ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർച്ചനെ കുറിച്ച് തന്നെയാണ്. ഇപ്പോൾ നടക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമുക്കറിയാം, ക്ലെയിം പെറ്റീഷൻ എല്ലാ ജില്ലകളിലും എല്ലാ ജില്ലാ കലക്ട്രേറ്റുകളിലും സ്വീകരിച്ചു വരികയാണ്. ഇതിന് വളരെ അനുകൂലമായ അല്ലെങ്കിൽ ഇത്തരം ക്ലെയിം പെറ്റീഷനെ സപ്പോർട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഇതുവരെ കമ്പനിയെ സപ്പോർട്ട് ചെയ്തിരുന്നവർ പോലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കാരണം എന്ന് പറയുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്ന കോടതിയിലെ ചില പരാമർശങ്ങളാണ്. നിക്ഷേപകർക്ക് എങ്ങനെയായാലും ഞാൻ അവർ ഇട്ട പൈസയെങ്കിലും ഞാൻ തിരികെ കൊടുക്കും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനിയുടെ കയ്യിൽ ആകെ FIR ഇട്ടവരുടെ കണക്കുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ 239 ആൾക്കാർക്ക് പണം ലഭിക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും കോടതിയിലെ പരാമർശങ്ങളൊക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു മനം മാറ്റത്തിന് കാരണം. ഇതിനെയൊന്നും ആരും തന്നെ എതിർക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. എതിർത്ത് കഴിഞ്ഞാൽ അവരൊക്കെ അവരുടെ ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി അവർ ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ളതാണ്. ഒരു ചെറിയൊരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ED കണ്ടെത്തിയിരിക്കുന്നത് 9020 OTT ബോണ്ടുകൾ ഇവർ ഇറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഈ 9020 OTT ബോണ്ടുകളുടെ എമൗണ്ട് തന്നെ 450 കോടിയിലേറെയാണ്. ആ 450 കോടി പോലും ഇവരുടെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 450 കോടിയുടെ പകുതി പോലും ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഇവർ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ഡിജിറ്റൽ IDs, ഇവരുടെ അഡ്വാൻസ് കൂപ്പണുകൾ, അതൊക്കെ 10,000-ൻ്റെ ഗുണിതങ്ങളായിരുന്നു. ആ 10,000-ൻ്റെ ഗുണിതങ്ങൾ ചില ആൾക്കാരൊക്കെ 100ഉം 200ഉം 1000ഉം ഡിജിറ്റൽ IDകളുടെ എടുത്ത ആൾക്കാരുണ്ട്. അതാണ് ഏറ്റവും വലിയ എമൗണ്ട് ഈ കമ്പനിയിലേക്ക് വന്നിരുന്നത്. 10,000-ൻ്റെ ആയതുകൊണ്ട് കടം വാങ്ങിയും പാവങ്ങളും പണക്കാരും എല്ലാവരും തന്നെ ഡിജിറ്റൽ ID എടുത്തവരാണ്. അത് 2000 കോടിയിലധികം രൂപ ഇത്തരത്തിൽ കമ്പനി സമാഹരിച്ചിട്ടുണ്ട് എന്നാണ് ഇവരുടെ അക്കൗണ്ടുകൾ പരിശോധിച്ചതിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലായിരിക്കുന്നത്. 450 കോടി രൂപ OTT എന്ന രീതിയിലും 200 കോടിയോളം രൂപ ഇവരുടെ ക്രിപ്റ്റോ എന്ന രീതിയിലും ഒക്കെ ഇവർ സമാഹരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കണക്ക് മൊത്തം 3000 കോടി ടേൺ ഓവറുള്ള കമ്പനി, കേരളത്തിലെ 3000 കോടി ടേൺ ഓവറുള്ള കമ്പനി എന്ന് ഇവർ സ്റ്റേജുകളിൽ കയറി പ്രസംഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ആ എമൗണ്ട് എവിടെ പോയി എന്ന് ഇവർക്കെല്ലാവർക്കും അറിയാം. അത് ലീഡർമാരിലേക്കാണ് പോയിരിക്കുന്നത്. വലിയൊരു സംഖ്യ കമ്പനിയുടെ മുതലാളി വിഡ്രോ ചെയ്തിട്ടുണ്ട്. അത് പ്രതാപൻ ലോൺ എന്ന രീതിയിലാണ് കമ്പനി വിഡ്രോ ചെയ്ത് പ്രതാപന് കൊടുത്തിരിക്കുന്നത്. പ്രതാപൻ പണ്ട് കമ്പനിയെ സഹായിച്ചത് തിരികെ കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണ് കമ്പനി വിഡ്രോ ചെയ്ത് പ്രതാപൻ്റെ കൈമാറിയിരിക്കുകയാണ്. പ്രതാപൻ ലോൺ, അതിലാണ് ഇൻകം ടാക്സ് അന്വേഷണം നടക്കുന്നത്. പ്രതാപനോട് നിങ്ങൾ കമ്പനിക്ക് കൊടുത്ത ലോണിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ പ്രതാപനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ തുക ഈ കമ്പനിയുടെ അക്കൗണ്ടുകളിൽ നിന്ന് വിഡ്രോ ചെയ്തതായിട്ടും ചില അക്കൗണ്ടുകളൊക്കെ 0 ബാലൻസിലുമാണ് ഉള്ളത്. അത് EDയുടെയും മറ്റും അറ്റാച്ച്മെൻറ്റ് രേഖകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് പബ്ലിക്കായി ലഭിച്ച രേഖകളിൽ നിന്ന് തന്നെ ചില അക്കൗണ്ടുകൾ 0ആണ്. അപ്പോൾ അത്തരത്തിൽ മുഴുവൻ വിഡ്രോ ചെയ്ത് വിദേശത്തേക്കോ ബിനാമി അക്കൗണ്ടുകളിലേക്കോ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഇപ്പോൾ ലീഡർമാർ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. കമ്പനി തിരിച്ചു വന്നാലും നിങ്ങൾക്കൊന്നും പണം തരാൻ ഇവിടെ ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് കമ്പനിക്കെതിരെ നിങ്ങൾ FIR ഇട്ടതുകൊണ്ടോ
നിങ്ങൾ പരാതി കൊടുത്തുകൊണ്ടോ കാര്യമില്ല, ഇവിടെ പണം ഇല്ല എന്നാണ് അവർ പറയുന്നത്. എന്നാൽ സത്യത്തിൽ അവരുടെ കയ്യിൽ പണമില്ലെങ്കിൽ ഇതിൻ്റെ 2000-ഓളം വരുന്ന അതിഭീമമായ ലാഭമുണ്ടാക്കിയ ലീഡർമാരുടെ കയ്യിൽ പണമുണ്ട്. അവർക്ക് സ്വത്ത് വകകളുണ്ട്, അവർക്ക് ആഡംബര കാറുകളുണ്ട്, അവർ സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ അവരുടെ കയ്യിലേക്ക് അന്വേഷണം എത്താതിരിക്കാൻ വേണ്ടിയാണ് അവർ മുൻകൈയെടുത്ത് സൊസൈറ്റികൾ രൂപീകരിച്ച് ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവർ പണമിറക്കി വാർഡ് തലത്തിലും ബ്ലോക്ക് തലത്തിലും ജില്ലാ അടിസ്ഥാനത്തിലും ഒക്കെ മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ച് എല്ലാവരെയും പിടിച്ചു നിർത്തിയതിൻ്റെ കാരണം എന്ന് പറയുന്നത് ലീഡർമാർക്കെതിരെ ഒന്നും സംഭവിക്കരുത്, ലീഡർമാരുടെ സ്വത്തുക്കൾക്ക് അനക്കം തട്ടരുത് എന്നുള്ളത് കൊണ്ടാണ്. നമുക്കറിയാം, ഇപ്പോൾ പല കോടതികളിൽ പ്രഗത്ഭരായ വക്കീലന്മാരെ വച്ചാണ് ഈ സൊസൈറ്റി വാദിക്കുന്നത്. അതൊന്നും ഒരിക്കലും നിങ്ങൾ കൊടുത്ത 100 രൂപയോ 200 രൂപയോ കൊണ്ടല്ല, കോടികളുണ്ടാക്കിയ ലീഡർമാരാണ് അതിൻ്റെയൊക്കെ ഫണ്ട് ചെലവഴിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെയാണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവരുടെ ചതിയിൽ നിങ്ങൾ 2 വർഷം പെട്ട് കിടക്കുകയാണ്. ഇനിയും നിങ്ങൾ ഇവരുടെ ചതിയിൽ പെടാതെ സൂക്ഷിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ പറഞ്ഞു വരുന്നത്, നിങ്ങൾ കാത്തിരുന്ന് കമ്പനി ഭീമമായ തുകയാണ് കേസുകളും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത കമ്പനിക്ക് വേണ്ടി കേസ് നടത്തി ഇങ്ങനെ ആൾക്കാരെ പറഞ്ഞ് പറ്റിച്ചു കൊണ്ടിരിക്കുകയാണ് കമ്പനി. അതുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയ ഇതിൻ്റെ മനുഷ്യത്വമുള്ള പറ്റിക്കാൻ മനസ്സ് വരാത്ത ആൾക്കാരൊക്കെ ഇപ്പോൾ നിങ്ങൾ ക്ലെയിം പെറ്റീഷൻ ഇടുന്നത് നല്ലതായിരിക്കും, അതുകൊണ്ട് നിങ്ങൾക്ക് ദോഷമുണ്ടാവില്ല എന്നുള്ള രീതിയിൽ പറയുന്നത്. ഏതൊരു ലീഡറും ഇതുവരെയും പിടിച്ചു നിർത്തിയ ലീഡർമാരാരും തന്നെ ക്ലെയിം പെറ്റീഷനെ എതിർക്കുന്നില്ല എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോഴും ഇവർ ആരും തന്നെ ക്ലെയിം പെറ്റീഷൻ ഇടരുതെന്നോ FIR ഇടരുതെന്നോ ഒന്നും പറയുന്നില്ല. എങ്ങനെയെങ്കിലും ഈ കേസ് പണ്ടാരടങ്ങാൻ ഈ കേസ് തീർന്നാൽ മതി എന്നാണ് ചില ആൾക്കാർ പറയുന്നത്. അപ്പോൾ അവർക്കറിയാം ഇത് കേസ് തീർന്നു കഴിഞ്ഞാൽ ബഡ്സ് അതോറിറ്റി പണം കൊടുക്കും എന്നുള്ളത്. ഇനി സംഭവിക്കാൻ പോകുന്നത്, അടുത്ത സിറ്റിങ്ങോടുകൂടി പണം അക്കൗണ്ടുകളിൽ എത്തും, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ സിറ്റിങ്ങിൽ ബാങ്ക് മാനേജർക്കെതിരെ നടപടി ഉണ്ടാവും. അപ്പോൾ അടുത്ത സിറ്റിങ്ങിൽ തന്നെ പണം അക്കൗണ്ടുകളിലേക്ക് എത്തും. ആ അക്കൗണ്ടുകൾ എത്തിയതിന് ശേഷം അതിൽ നിന്ന് നിശ്ചിത തുക, നിലവിലുള്ള ക്ലെയിം 20 കോടിയോ മറ്റോ ആണ്. അപ്പോൾ ആ 20 കോടി രൂപ മാത്രം ചെലവഴിക്കാനുള്ള അനുവാദം കോടതി കൊടുക്കും. അത് പരിശോധിച്ചതിന് ശേഷം, ഡോക്യുമെൻറ്റുകളൊക്കെ പരിശോധിച്ചതിന് ശേഷം കൊടുക്കാനുള്ള തീരുമാനം ഉണ്ടാകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതാത് ജില്ലാ കളക്ടർ ഓരോ ജില്ലയിലും ഇതിൻ്റെ കേസ് അന്വേഷിക്കാൻ നോഡൽ ഓഫീസറുണ്ട്, ഒരു SIയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് മുമ്പാകെ നമ്മുടെ പക്കലുള്ള രേഖകൾ കാണിച്ച് അത് വ്യക്തത വരുത്തണം. ഞങ്ങൾ ഈ കമ്പനിയിൽ പണം ഇട്ടിട്ടുണ്ട് എന്നും ഇതുവരെ കിട്ടിയതിൻ്റെ കാര്യങ്ങളും ഒക്കെ കാണിച്ച് വ്യക്തത വരുത്തേണ്ടതുണ്ട്. അങ്ങനെയായാൽ നിങ്ങൾക്ക് ജില്ലാ കളക്ടർ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക്, ആ ഫോം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ക്ലെയിം പെറ്റീഷനിൽ തന്നെ നിങ്ങൾ ഏത് അക്കൗണ്ടിലേക്കാണ് നിങ്ങൾക്ക് പണം തിരികെ ലഭിക്കേണ്ടത് എന്നുള്ള രീതിയിലുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അക്കൗണ്ടുകളിലേക്ക് നിങ്ങൾക്ക് പണം എത്തും എന്നുള്ളതാണ് ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ പോപ്പുലർ ഫിനാൻസിൻ്റെ ആ ഒരു വിധിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പത്രത്തിലൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെയുള്ള ഒരു വിധി
ഉടൻ തന്നെ PMLA കോടതിയിൽ നിന്ന് ഹൈറിച്ചിനും അനുകൂലമായി, ഹൈറിച്ചിൻ്റെ നിക്ഷേപകർക്ക് അനുകൂലമായി ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അത് അടുത്ത് തന്നെ ED കക്ഷി ചേർത്ത് കഴിഞ്ഞാൽ ED ഹൈക്കോടതിയിലും ഇതേ നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും കമ്പനിയിൽ നിക്ഷേപിച്ച് വഞ്ചിക്കപ്പെട്ടവർക്ക് അവരുടെ പണം ഉടൻ തന്നെ ലഭ്യമാവും എന്നുള്ളതാണ്. ഇനി ഏതെങ്കിലും കഴുതകൾക്ക്, കഫന്തീനികൾക്ക് ഇതിൽ വലിയ സംശയമുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ബന്ധപ്പെടാം. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ലീഡർമാർക്ക് നല്ല രീതിയിലുള്ള പേടി തുടങ്ങിയിട്ടുണ്ട്. നല്ലതാണ്. അവർ മാന്യതയുണ്ടെങ്കിൽ ആൾക്കാരെ പറ്റിച്ച് ഉണ്ടാക്കിയ പണം തിരികെ കൊടുത്ത് മനുഷ്യത്വം കാണിക്കണം എന്നാണ് പറയാനുള്ളത്.